ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കാരണം ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടില്ല, രാവിലത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനും അനിയനും രാവിലെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഓവർ വെയ്റ്റാണ്. ഓവർ വെയ്റ്റ് തൊട്ട് കുറച്ചതല്ല, കുറച്ചധികം. അപ്പം എനിക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യമേ ചെല്ലുമ്പോഴേ എനിക്ക് ത്രെഡ്മില്ലും സൈക്ലിങ് അങ്ങനത്തെ പണിയൊക്കെ തരും. കാരണം അവന് വലിയ വണ്ണം ഇല്ലാത്തതുകൊണ്ട് അവനതൊന്നും കൊടുക്കത്തില്ല, എനിക്ക് ഈ പണിയൊക്കെ തരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എൻ്റെയൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ ആദ്യമേ ത്രെഡ്മിൽ കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു. കാരണം രാവിലെ എണീക്കാൻ നല്ല മടിയായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലൊക്കെ എഴുന്നേറ്റൊക്കെ പോയി. അത് കഴിഞ്ഞ് ആദ്യമേ ത്രെഡ്മിൽ കഴിഞ്ഞു. അന്നേരമൊക്കെ പുറത്ത് നല്ല ഇരുണ്ട് മൂടിയ അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഇത് പുറത്തോട്ട് വായി നോക്കി സൈക്ലിങ് ചെയ്തു. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ഒത്തിരി ദൂരമുള്ള സ്ഥലം കാണാം കേട്ടോ. ഞാൻ ആ കാണിച്ച ബിൽഡിങ്ങിൻ്റെ അവിടെ മഞ്ഞ് പോലെ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ അത് ഫോണിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. കാരണം ബാക്കിയുള്ളതൊന്നും എടുക്കാൻ ഫോൺ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം സാറ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലതും പറയും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ റേഡിയോ മംഗളത്തിൽ സംസാരിക്കുന്ന ചേച്ചിയാട്ടോ. RJ ഋഗ്വേദ എന്ന പേര്. അപ്പോൾ എന്നേക്കാൾ അരമണിക്കൂർ മുമ്പ് അവൻ ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് അവന് വണ്ടി കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ പിന്നെ എൻ്റെ കൂടെ പോന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകണമായിരുന്നു TC വാങ്ങിക്കാൻ. പക്ഷേ അത് കിട്ടിയില്ല. അവർ ബസ് ഫീസ് കൊടുക്കാണ്ട് TC തരത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം എന്ത് ചെയ്യാൻ, എന്നെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അപ്പോൾ TC ഒന്ന് പറഞ്ഞു വിടാൻ അവർക്ക് താല്പര്യമില്ല. ഇതാട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട് നെയിൽ പോളിഷ്. അത് കഴിഞ്ഞ് സ്വന്തം വഴിയുണ്ടെങ്കിലും കണ്ടവൻ്റെ പറമ്പിൽ കൂടെ കയറി പോകാൻ കേട്ടിട്ടുണ്ടല്ലോ. നേരെ ജോയിന റോഡ് അപ്പുറത്തുണ്ട്, എന്നാലും ഞാൻ ഈ ഷോർട്ട് കട്ട് ചാടി കയറിപ്പോത്തുള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള പറമ്പ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇഡലിയും ചമ്മന്തി ഉണ്ടായിരുന്നു. എൻ്റേത് ഞാൻ ആദ്യമേ കഴിച്ച് തീർത്ത്. അത് കഴിഞ്ഞിട്ട് ഓർത്ത് വീഡിയോ എടുത്തില്ല.